അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ നമ്മളിപ്പം ഗിസ്മത്ത് ജയിൽ മന്തിയിലോട്ടാട്ടോ പോകുന്നത്. അപ്പോൾ ഇതാണ് അപ്പു ഇവിടെ ഫുള്ള് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പു വന്നിട്ട് അപ്പുവിനെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആദ്യമേ ഫോട്ടോസൊക്കെ ആയിരുന്നു ഞങ്ങളെടുത്തത്. ഇവിടെ നന്നായിട്ട് ഫോട്ടോ എടുക്കാനും കളിക്കാനും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അടിപൊളി തന്നെയായിരുന്നു. പിന്നെ എല്ലാവരും ഇവിടെ ജയിലിൻ്റെ കോസ്റ്റ്യൂമായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. നമ്മൾക്ക് സെർവ് ചെയ്യാൻ വരുന്ന ആൾക്കാരാണെങ്കിലും ഓർഡർ എടുക്കാൻ വരുന്ന ആൾക്കാരാണെങ്കിലും എല്ലാവരും ജയിൽ കോസ്റ്റ്യൂം, അതിൻ്റേതായ യൂണിഫോമിറ്റി എല്ലാവർക്കും ഉണ്ടായിരുന്നു. പിന്നെ ഗിസ്മത്ത് ജയിലിൻ്റെ ഒരു അടിപൊളി ഇതെന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ഫുൾ തീം തന്നെ ഒരു ജയിലിനെ കുറിച്ചിട്ടുള്ളതായിരുന്നു. പോലീസാണെങ്കിലും എല്ലാം. പിന്നെ നമുക്ക് ഫുഡ് സെർവ് ചെയ്യുന്നതും ഒരു ജയിലിനകത്താണ്. നമ്മൾക്ക് ഫുഡ് സെർവ് ചെയ്തതിന് ശേഷം നമ്മളെ ജയിലിനകത്തിട്ട് പൂട്ടും. അതിന് ശേഷം നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ടേ നമ്മളെ അതിനകത്തുനിന്ന് ഇറക്കുകയുള്ളൂ. പിന്നെ ഹാൻഡ് കഫൊക്കെ ഉണ്ട്. ഹാൻഡ് കഫ്, തോക്ക്, അങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെ കളിക്കാനായിട്ടൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഗിസ്മത്ത് ജയിൽ ഹോട്ടലിൽ ഫുഡാണെങ്കിലും അടിപൊളി ഒരു ഫുഡ് തന്നെയാണ്. എല്ലാ ഫുഡും വന്നിട്ട് ഒരു അറേബ്യൻ സ്റ്റൈലിലായിരുന്നു അവർ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ഫുഡ് തന്നെയാണ് അവിടുത്തേത്. പിന്നെ അവിടുത്തെ അൽഫാം ആണെങ്കിലും എല്ലാം പൊളിയായിരുന്നു. പിന്നെ എനിക്ക് അവിടുത്തെ ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് മയോണീസ് ആയിരുന്നു. ലൈക്ക് അവർ തന്നെ ഉണ്ടാക്കുന്ന മയോണീസ് ആണെന്ന് തോന്നുന്നത്. കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ നല്ലൊരു വൈബായിരുന്നു. കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കളിച്ച് ഓടിച്ചാടി കളിക്കാനൊക്കെ പറ്റും. എൻ്റെ ബ്രദർ ആണെങ്കിലും ലൈക്ക് കൊച്ചു പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പായിരുന്നു. പിന്നെ ഇവിടുത്തെ ക്ലീനും നീറ്റ്നെസ്സും എല്ലാം പറയുന്നത് തന്നെയാണ്. ഭയങ്കര നീറ്റൊക്കെ ആയിരുന്നു. നമുക്ക് മിഡിൽ ക്ലാസ് ആയിട്ടുള്ളവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു റേറ്റ് തന്നെയാണ്. നമ്മളിപ്പോൾ 6 പേരുണ്ടായിരുന്നു, ഞങ്ങൾ ഫാമിലി എല്ലാം കൂടെ. ഞങ്ങൾക്കെല്ലാം അഫോർഡബിൾ ആയിട്ടുള്ളായിരുന്ന ഒരു റേറ്റ് തന്നെയായിരുന്നു അത്. പിന്നെ നമ്മൾക്ക് ലൈക്ക് ആ ഫുഡിനനുസരിച്ച് ആ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള റേറ്റ് തന്നെയാണ് അവർ അതിന് പ്രൈസ് ചെയ്യുന്നതും. പിന്നെ ഇത്രയൊക്കെ സാധനങ്ങൾ ഇവിടെ കളിക്കാനും അതും ഇതൊക്കെ ചേർക്കുമ്പോൾ അത്ര നല്ല ഒരു വൈബ് തന്നെയായിരുന്നു അവിടെ. നല്ല രസമായിരുന്നു. ഒരു ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ അടിച്ച് പൊളിച്ച് ഫോട്ടോ എടുത്തിട്ടൊക്കെ പോകാനായിട്ട് കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് കടേൻ്റെ മുമ്പിൽ കാണിച്ചിട്ടുള്ള ലൈക്ക് ഒരു പോസ്റ്റർ എന്ന് പറയുന്നത്. പിന്നെ ഈ 2 പോലീസും കള്ളനും, പിന്നെ നമ്മുടെ സ്ക്വിഡ് ഗെയിമിലെ കുറച്ച് 3 പേരും, പിന്നെ ഇവിടെ ലൈക്ക് ജയിൽ കോസ്റ്റ്യൂം ഇട്ട 2-3 പേരും ഒക്കെ ഉണ്ടായിരുന്നു. അവരിപ്പോൾ ബിസി ആയിരുന്നു, കാരണം കുറേ തിരക്കുണ്ടായിരുന്നു. സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ലൈക്ക് അപ്പു ഇവിടെ ഫുള്ള് വൈബ് അടിച്ച് നടക്കുമായിരുന്നു. പ്രത്യേകിച്ച് അപ്പുവിന് പോലീസ്, ജയിൽ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പുവിന് വലുതാകുമ്പോൾ പോലീസാണോ എന്നൊക്കെയാണ് ആഗ്രഹം. അപ്പോൾ അപ്പുവിന് ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവൻ ഫുള്ള് തോപ്പൊക്കെ പിടിച്ച് നന്നായിട്ട് എൻജോയ് ഒക്കെ ചെയ്തു. അപ്പം നിങ്ങൾ ബാംഗ്ലൂരുള്ളവരാണേലും ഇനി ബാംഗ്ലൂരിലോട്ട് വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണേലും അറ്റ്ലീസ്റ്റ് വൺസ് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ് ഗിസ്മത്ത് ജയിൽ ഹോട്ടൽ എന്ന് പറയുന്നത്. അവിടുത്തെ ഫുഡായാലും അവിടുത്തെ എൻവയൺമെൻ്റ് ആയാലും അവിടുത്തെ റേറ്റ് ആയാലും
അവിടുത്തെ ഒരു ലൈക്ക് ഡെക്കറേഷൻസ് ആയാലും എല്ലാം അടിപൊളിയാണ്. എല്ലാ ഫാമിലിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. ഇവരെ ഞാൻ എവിടെയോ എന്റെ തോന്നലാവാം, എന്നാലും അതല്ലല്ലോ, എവിടെയോ വെച്ച് കണ്ട പരിചയമുണ്ട്. ഞങ്ങള് പഴയ ഫ്രണ്ട്സാ, ഉറക്കം വന്നോണ്ട് തോളിലിട്ടതാ. അടുത്ത വീഡിയോസിനായി സ്റ്റേ ട്യൂൺ. ബൈ.